പത്രോസിനെ സംബന്ധിച്ച് ഈ മത്സ്യത്തിന് യാതൊരു പ്രാധാന്യവുമില്ല, പക്ഷേ അതിൻ്റെ അകത്തുള്ള നാണയത്തുട്ടിന് അവന് പ്രാധാന്യമുണ്ട്. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പുറമേയുള്ള ഈ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ള മറ്റൊരുവനുണ്ട്. പുറമേയുള്ള ഈ മനുഷ്യന്റെ അപ്പുറത്ത് അകമേ വിലമതിപ്പുള്ള ഒന്ന് എൻ്റെയും നിങ്ങളുടെയും അകത്തുണ്ട്. ദൈവം മനുഷ്യന്റെ അകത്താക്കി വച്ചിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവ്, ഈ ആത്മാവിൻ്റെ നിത്യത ദൈവരാജ്യത്തിലായിരിക്കണമെന്ന് ദൈവം സകല മനുഷ്യരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനെന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, പാപമറ്റ ജീവിതം നയിക്കണം, മദ്യപാനത്തോട് വിട പറയണം, വെറിക്കൂത്തുകളോട് വിട പറയണം, പാപ സ്വഭാവങ്ങൾ വിട്ട് മാനസാന്തരപ്പെട്ട ദൈവമുള്ള ഒരു ജീവിതം നയിക്കണം. സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും നാം അനുഗ്രഹമായി തീരണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അകത്ത് വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്, അതിനെ നശിപ്പിച്ചു കളയരുതേ. ഈ ആത്മാവിൻ്റെ വില താങ്കൾ അറിയുന്നില്ലെങ്കിലും ദൈവം അറിഞ്ഞ് താങ്കളെ സ്നേഹിക്കുന്നു. ഈ ആത്മാവ് നിത്യ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം താങ്കൾക്കുമില്ലേ? താങ്കൾ ഈ ആഗ്രഹത്തിനൊത്ത് മുന്നേറുക. ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാനിടയായി തീരും. പത്രോസ് തനിക്ക് കിട്ടിയ ഈ മത്സ്യത്തെ എടുത്തു. അതിൻ്റെ വായിൽ നിന്ന് ഈ ചതുർദ്രഹ്മയുടെ നാണയം അവൻ പൊക്കിയെടുത്തു. ഇത്രത്തോളം കാലം ഈ മത്സ്യത്തിന്റെ വായിലായിരുന്നു ഈ ചതുർദ്രഹ്മ, വിലയുള്ള ദ്രഹ്മ. പക്ഷേ നാളുകളായി ഇതിന് യാതൊരു വിലയുമില്ലാതെ മത്സ്യത്തിന്റെ വായിൽ ഇതായിരുന്നു. എന്നാൽ ഈ മത്സ്യം ഇത് പത്രോസിന് ഈ ദ്രഹ്മയെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്നുവരെയും ഡെഡായിരുന്ന ഈ ദ്രഹ്മ ഓടി തുടങ്ങി. അന്നുവരെയും അത് ചലിക്കത്തില്ലായിരുന്നു. അത് വിലയുള്ളതായിരുന്നു, പക്ഷേ അതിന് ചലനശേഷിയില്ലായിരുന്നു. അത് മത്സ്യത്തിന്റെ വായ്ക്കകത്ത് തന്നെ ഒതുങ്ങിയിരുന്നു. എന്നാൽ ഈ ദ്രഹ്മ പത്രോസിന്റെ കയ്യിലെത്തി. പത്രോസ് നേരെ കരം പിരിക്കുന്നവന്റെ കയ്യിൽ കൊടുത്തു. അവിടെയും ആ ദ്രഹ്മ നിന്നില്ല. അത് നേരെ രാജാവിന്റെ കണക്കുകാരന്റെ അടുക്കിലെത്തി. അത് നേരെ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. രാജകൊട്ടാരത്തിൽ നാണയങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി. അത് നേരെ രാജഭണ്ഡാരത്തിലേക്ക് പോയി. തൊട്ടടുത്ത് അത് രാജ്യത്തിന് പ്രയോജനമുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇതേ നാണയത്തൊട്ട് ഉപയോഗയോഗ്യമായി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില നന്മകൾ, നമുക്ക് തന്നെ മറഞ്ഞിരിക്കുന്ന ചില താലന്തുകൾ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില കഴിവുകൾ എപ്പോഴാണ് പ്രയോജനമുണ്ടാകുന്നതെന്ന് അറിയാമോ? അതകത്തൊതുക്കി വയ്ക്കുമ്പോൾ ഒരിക്കലും അതുകൊണ്ട് പ്രയോജനമില്ല. പക്ഷേ മറ്റുള്ള ചിലരുടെ കൂടെ ഉപയോഗത്തിനു വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ നാം സമർപ്പിച്ചു കൊടുക്കുമ്പോഴാ അത് പ്രയോജനമായി തീരുന്നത്. ഇത്രയും കാലം ഒതുങ്ങിയിരുന്ന ഈ ദ്രഹ്മ തൊട്ടടുത്ത് പത്രോസിന്റെ കയ്യിലെത്തി. അത് രാജകൊട്ടാരത്തിലെത്തി, രാജാവിന്റെ ഭണ്ഡാരത്തിലെത്തി, അത് രാജാവിന്റെ കൈകളിലെത്തി. അടുത്ത രാജ്യത്തിനത് പ്രയോജനമായി തീർന്നു. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, താങ്കളുടെയും എൻ്റെയും അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അനേക കഴിവുകൾ, അനേക സാഹചര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി വ്യക്തിപരമായി മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം, അത് കുടുംബത്തിന് പ്രയോജനപ്പെടണം, സമൂഹത്തിന് പ്രയോജനപ്പെടണം, രാഷ്ട്രത്തിന് പ്രയോജനമുള്ളവരായി നാം ജീവിക്കണം. നമ്മെ ഓരോരുത്തരെയും കൊണ്ട് സമൂഹത്തിന് പ്രയോജനമുണ്ടാകണമെന്ന ദൈവവും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ദ്രഹ്മ പത്രോസ് എടുത്തു. യേശുവിനും പത്രോസിനും രണ്ടുപേർക്കുമുള്ള കരം പത്രോസ് കൊണ്ടുപോയി കൊടുത്തു. പത്രോസിനോട് കരം പിരിക്കുന്നവർ വന്ന് ചോദിച്ചത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ: നിങ്ങളുടെ ഗുരു കരം കൊടുക്കാറുണ്ടോ? പക്ഷെ യേശു പ്രവർത്തിച്ചപ്പോൾ അവൻ തനിക്ക് വേണ്ടി മാത്രമുള്ള കരത്തിനുള്ള വകയല്ല പത്രോസിന്റെ കയ്യിൽ കൊടുത്തത്. മറിച്ച് പത്രോസിനു കൂടെ കൊടുക്കേണ്ട കരം, ഒരു വ്യക്തിക്ക് 2 ദ്രഹ്മയാണ് കൊടുക്കേണ്ടത്. എന്നാൽ 2 പേർക്കും കൂടിയുള്ള 4 ദ്രഹ്മ യേശു ഇതാ മത്സ്യത്തിന്റെ വായിൽ നിന്ന് പത്രോസിനു വേണ്ടി കരുതുന്നു. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു ഇത് ചെയ്യുന്നവനാണ് എന്ന് പറയുവാൻ താങ്കൾ തയ്യാറെങ്കിൽ, യേശു അവന് വേണ്ടി മാത്രമല്ല ചെയ്തത്, അത് പറഞ്ഞ പത്രോസിനു വേണ്ടിയും കൂടെയുള്ളത് യേശു കരുതി. അവൻ സ്വാർത്ഥനായ ദൈവമല്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നവനല്ല,
സ്വാർത്ഥരോടു കൂടെ ഇരിക്കുന്നവനുമല്ല. യേശു അവൻ്റെ കാര്യം മാത്രമല്ല, പത്രോസിനും കൂടെയുള്ള വക യേശു മത്സ്യത്തിലൂടെ കരുതുവാനിടയായി. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, താങ്കളുടെ അവസ്ഥയും യേശു അറിയുന്നു. അവൻ കരുതുന്ന ദൈവമാ. അവൻ താങ്കൾക്ക് വേണ്ടിയും കരുതുന്ന ദൈവമാ. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കുമായി യാഗം കഴിക്കുവാൻ മോറിയ മലയിലേക്ക് കടന്നു പോകുമ്പോൾ, അപ്പാ, തീയുമുണ്ട്, വിറകുമുണ്ട്, യാഗവസ്തു എവിടെയെന്ന് മകനായ ഇസഹാക്ക് ചോദിക്കുമ്പോൾ അപ്പനായ അബ്രഹാം പറയുന്നൊരു വാക്കുണ്ട്, മകനെ, യഹോവ കരുതിക്കൊള്ളും. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കരുതുന്ന ദൈവമാ അവൻ. ഇന്ന് പകലും നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതും. ആരും കരുതുവാനില്ല. എന്നെ സംരക്ഷിപ്പാൻ ആരുമില്ല. ഞാൻ വഴിയോരങ്ങളിലായിരിക്കുന്നു. ഞാൻ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. കരുതുവാൻ ആരുമില്ല എന്ന് സഹതപിക്കുന്ന പ്രിയ സ്നേഹിത, കരുതുന്ന ദൈവമുണ്ട്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ, പ്രതിസന്ധികളെ മനസ്സിലാക്കുന്നവൻ, അവൻ താങ്കൾക്ക് വേണ്ടിയും കരുതുന്നു. അവൻ താങ്കളെയും ആശ്വസിപ്പിക്കുന്നു. താങ്കളുടെ വിഷയത്തിലും അവൻ പരിഹാരസ്ഥനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, തങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല എന്ന് വേദനിക്കുന്ന ഈ പ്രിയ സഹോദരന് വേണ്ടി, ഈ സഹോദരിക്ക് വേണ്ടി, ഈ കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ തകർച്ചയിൽ അവരെ കരുതുന്ന യേശു കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഈ കുടുംബത്തിലേക്കും ഈ പ്രഭാതത്തിൽ കടന്നു ചെല്ലുമാറാകണമേ. ആശ്രയമായി ആരുമില്ലാതിരിക്കുമ്പോൾ അവരുടെ ഇല്ലായ്മയെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി കരുതുന്ന ദൈവ സാന്നിധ്യം അവരുടെ അരികിലേക്ക് ഈ പ്രഭാതത്തിൽ അടുത്ത് ചെല്ലുമാറാകണമേ. അവിടുന്ന് അത്ഭുതത്തിൻ്റെ ദൈവമായി, വീര്യപ്രവൃത്തികളുടെ ദൈവമായി വൻ കാര്യങ്ങളെ ഈ പ്രഭാതത്തിൽ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവം. പ്രതിസന്ധികളിൽ തളരേണ്ട ആവശ്യമില്ല. ഭാരങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ആരുമില്ല എന്ന് ചിന്തിക്കേണ്ട. മറ്റാരും നിങ്ങളെ സഹായിപ്പാനില്ലായിരിക്കാം. യേശു അവൻ നിങ്ങൾക്കായി കരുതുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങളെ പുലർത്തും. അന്ത്യത്തോളം വഴി നടത്തുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. നിൻ സന്നിധി ഭാരങ്ങൾ വയ്ക്കാൻ എൻ ഹൃദയത്തിൻ വാഞ്ചയിതേ. നിൻ സന്നിധിയിൽ ഭാരങ്ങൾ വയ്ക്കാൻ എൻ ഹൃദയത്തിൻ വാഞ്ചയിതേ. മാനീർത്തോടിനായി കാക്ഷിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നൊമ്പരങ്ങൾ. മാനീർത്തോടിനായി കാക്ഷിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നൊമ്പരങ്ങൾ. നിൻ സന്നിധിയിൽ ഭാരങ്ങൾ വയ്ക്കാൻ എൻ ഹൃദയത്തിൻ വാഞ്ചയിതേ. നിൻ സന്നിധി